ശ്രീ ഉല്ലാസ് ബാബു, ശ്രീ ശ്രീത് പണിക്കർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ പേര് അത് UN പ്രസ്താവനയിൽ നിന്ന് മാറ്റിച്ചത് ഞങ്ങൾ തന്നെയാണ് എന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ഇപ്പോൾ TRF ആദ്യം ഉത്തരവാദിത്വം ഏറ്റെടുത്തു. പക്ഷെ പിന്നെ TRF പറയുന്നത് ഞങ്ങളുടെ സൈറ്റിൽ നുഴഞ്ഞു കയറി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നുള്ള പ്രസ്താവന ഇറക്കിയതാണ് എന്നൊക്കെയാണ്. പക്ഷേ ഇന്ത്യക്ക് അത് ബോധ്യമാണ് TRF ആണ് അവിടെ ആക്രമണം നടത്തിയത് എന്നുള്ളത്. അത് ലഷ്കർ ഇ തോയ്ബയുടെ ഉപാന്തര വിഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നവരാണ് എന്ന്. ഇപ്പോൾ TRFനെ പാകിസ്ഥാൻ തന്നെ അനുകൂലിക്കുന്ന സമയത്ത് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി വന്നിരിക്കുകയാണല്ലോ. ഇഷാഖ് ദറിന്റെ രണ്ടാമത്തെ പ്രസ്താവന പൊള്ളത്തരം പൊളിയുകയാണ്. ആദ്യം ഇഷാഖ് ദർ സമ്മതിച്ചിരുന്നു ഭീകരതയെ ഞങ്ങൾ പാലൂട്ടി വളർത്തിയിരുന്നു, അത് അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നുവെന്ന്. ഇപ്പോൾ പറയുന്നു TRFന്റെ പേര് ആ പ്രസ്താവനയിൽ നിന്ന് ഒഴിവാക്കിപ്പിച്ചത് ഞങ്ങൾ തന്നെയാണ് എന്ന്. അപ്പോൾ ഇതെല്ലാം കുറ്റസമ്മതമായി മാറുകയാണല്ലോ. ഇതാണല്ലോ തെളിവുകൾ. ശ്രീ മഞ്ജുഷ്, പാകിസ്ഥാൻ നയതന്ത്രപരമായിട്ട് ഒരു വലിയ ബിഗ് ഹോളോ എന്ന രീതിയിലത്തേക്ക് ആണ് എന്നെല്ലാവർക്കും പൊതുസമൂഹത്തിന് ലോകത്തിന് തന്നെ ബോധ്യപ്പെടുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ അവരുടെ ഉപപ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. എത്രത്തോളം ആനമണ്ടന്മാരായിട്ടുള്ള ഭരണ നേതൃത്വമാണ് പാകിസ്ഥാൻ ഉള്ളത് എന്നാണ് ഇത് വിശദമാക്കുന്നത്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ TRF എന്ന് പറയുന്ന സംഘടന ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനയാണ്. അതിൻ്റെ സഹസ്ഥാപകനായിട്ടുള്ള ഒരാളിനെ ജമ്മു ആൻഡ് കാശ്മീർ പോലീസാണ് ഒരു ഏറ്റുമുട്ടലിൽ അയാളെ കൊന്നത്. അവരെല്ലാവരും തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനത്തിനെ ഒരു അജണ്ടയാക്കി നടത്തുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അത് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഓഫ് ഷൂട്ടാണ് എന്നൊക്കെ പറയുമ്പോഴും അത് കേവലം ഒരു പ്രോക്സി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടന മാത്രമാണ്. ഇഫക്റ്റീവ്ലി അത് ലഷ്കർ ഇ തോയ്ബ തന്നെയാണ്. ലഷ്കർ ഇ തോയ്ബ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണോ, എന്ത് തരത്തിലുള്ള തീവ്രവാദത്തിനെയാണോ അവർ പ്രോത്സാഹിപ്പിക്കുന്നത്, കാശ്മീരുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാടുകൾ എന്താണോ, ഈ കാര്യമെല്ലാം തന്നെ അങ്ങനെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക കോസിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് കളക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു അക്കൗണ്ട് തുടങ്ങുന്നു എന്ന് പറയുന്നത് പോലെ 2019 ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്ത സമയത്ത് പ്രത്യേകിച്ച് കാശ്മീരിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ വിമോചനത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സബ്സെറ്റ് ഓഫ് ലഷ്കർ ഇ തൈബയാണ് ഈ TRF എന്ന് പറയുന്നത്. അപ്പൊ അതൊരു കേവല പ്രോക്സി സ്വഭാവം മാത്രമേ ഉള്ളൂ. ഇഫക്റ്റീവ്ലി അത് ലഷ്കർ ഇ തൈബ തന്നെയാണ്. എന്ന് വെച്ചാൽ അവർ ഉണ്ടായിരിക്കുന്നത് തന്നെ കാശ്മീരിനെ സ്വതന്ത്രമാക്കുക എന്ന ഉദ്ദേശത്തിലാണ്. അവരതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് ഇന്ത്യക്കെതിരാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ സഹസ്ഥാപകൻ അടക്കമുള്ള ആൾക്കാരെ ഇന്ത്യൻ ഗവൺമെന്റാണ് അല്ലെങ്കിൽ നമ്മുടെ സൈന്യവും നമ്മുടെ പോലീസുമാണ് വധിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യം ആന്റി ഇന്ത്യ പ്രവർത്തനങ്ങളാണ് ഈ TRF നടത്തുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സംഘടനയെ ഇന്ത്യയിൽ ഒരു നിരോധിത ഭീകര സംഘടനയായിട്ട് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംഘടനയെ പരസ്യമായിട്ട് ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ശ്രമിക്കുന്നത്. അപ്പൊ ഇത് റിവീൽ ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഒന്നാമത്, പാകിസ്ഥാന്റെ ഈ മണ്ടത്തരം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസ്താവന എന്നതിനപ്പുറത്തേക്ക് UN എന്ന് പറയുന്നത് എത്രത്തോളം ടൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനായി പല്ലുകൊഴിഞ്ഞു പോയിരിക്കുന്ന വളരെ പഴക്കം ചെന്ന പ്രാകൃതമായിട്ടുള്ള ഒരു സെറ്റപ്പ് മാത്രമായിരിക്കുകയും കേവലം ഒരു പേരിന് വേണ്ടി എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലത്തേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് പ്രധാനം. കാരണം നമ്മൾ ഈ ഗ്ലോബൽ പൊളിറ്റിക്കൽ സിറ്റുവേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വലിയ ഒരു സേ ഉള്ള രാജ്യമൊന്നുമല്ല പാകിസ്ഥാൻ. അപ്പൊ അങ്ങനെയുള്ള പാകിസ്ഥാൻ പോലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ UN അവർ ഒറിജിനലി തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അതിനെ കാര്യമായ രീതിയിലത്തേക്ക് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് സന്നദ്ധമാണ് എങ്കിൽ, ഈ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് പോലെയാണ് സത്യത്തിൽ നടന്നിരിക്കുന്നത് എങ്കിൽ, എത്രത്തോളം ഡൈല്യൂട്ടഡ് ആയി പോയിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. നേരത്തെ ചർച്ച ചെയ്ത ഒരു വിഷയം എന്ന് പറയുന്നത് ചൈന പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ സഹായിച്ചു, അങ്ങനെ പാകിസ്ഥാന്റെ പേര് ഒഴിവാക്കി, TRFന്റെ പേര് ഒഴിവാക്കി എന്നായിരുന്നുവല്ലോ. ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ സ്വയം സമ്മതിക്കുകയാണ് ഞങ്ങൾ തന്നെയാണ് അത് ഒഴിവാക്കിപ്പിച്ചതെന്ന്. എക്സാക്ട്ലി. അപ്പോൾ പാകിസ്ഥാൻ ഇവിടെ ചൈനയുടെ സഹായത്തോടു കൂടിയാണോ അത് ചെയ്തിരിക്കുന്നത്? കാരണം പാകിസ്ഥാൻ ഒരു നോൺ പെർമനന്റ് മെമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇയാളൊരു എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുകയാണോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം ഞങ്ങൾക്ക് ഇത്രയും വലിയ സ്വാധീനമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിന്റെ അനന്തര ഫലങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് വലിയൊരു മണ്ടനാളികളെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പരസ്യമായിട്ട് ഒരു ഭീകരവാദ സംഘടനയ്ക്കുള്ള ഒരു എൻഡോഴ്സ്മെന്റ് അല്ല അയാളെ കൊടുത്തിരിക്കുന്നത്. ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ അപലപിക്കുകയും അതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർ ആരായാലും, പ്രത്യേകിച്ച് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെ അവരിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യുന്നതിന് പകരം അവരെ ഷീൽഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്രസ്താവന കാണിക്കുന്നത് തന്നെ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു എൻഡോഴ്സ്മെന്റ്, ഒരു പിന്തുണ ഈ TRFനുണ്ട് എന്നാണ്. അപ്പോൾ ഭീകരവാദ പ്രവർത്തനമാണ് TRF നടത്തുന്നത് എന്നതിനെക്കുറിച്ച് സമ്മതിക്കാൻ വയ്യാതെ അത് ഇറ്റ്സ് എ സ്മോൾ ഫോറം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ ഫോറം മാത്രമാണ്.
അതല്ലാതെ ഈ രീതിയിലത്തേക്കുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല എന്ന് പറഞ്ഞാൽ ആഗോള തീവ്രവാദത്തോട്, പ്രത്യേകിച്ച് ഇന്ത്യയോടുള്ള ക്രോസ് ബോർഡർ ടെററിസത്തിനോട് പാകിസ്ഥാൻ കാലാകാലങ്ങളായിട്ട് സ്വീകരിക്കുന്ന മൃദു സമീപനമാണ് അത് എന്നുള്ളതിനെ പറ്റി അദ്ദേഹം പരസ്യമായിട്ട് പറയുകയാണ്. രണ്ട്, ഇന്ത്യക്ക് ഇത്രത്തോളം വലിയ രീതിയിലത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായതിനു ശേഷവും ഈ തീവ്രവാദ സംഘടനകളെ അതിനുവേണ്ടി അക്കൗണ്ടബിൾ ആക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നില്ല. എന്ന് വെച്ചാൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം അവർ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് നീതിയെ തടസ്സപ്പെടുത്തലാണ്. കാരണം പാകിസ്ഥാൻ UN ഉൾപ്പെടെയുള്ള പല അന്താരാഷ്ട്ര പീസ് മേക്കിംഗ് ബോഡികളിൽ അംഗമാണ്. അങ്ങനെയുള്ള ഒരാൾ ചെയ്യേണ്ടുന്നത് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള തീവ്രവാദ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരാണ് എന്ന് പറയുകയും അവരെ അക്കൗണ്ടബിൾ ആക്കുകയും ചെയ്യുകയാണ്. പക്ഷെ അത് ചെയ്യുന്നതിന് പകരം ഇവര് സൂചിപ്പിക്കുന്നത് എന്താ? സത്യത്തിൽ അവർ പറയാൻ ശ്രമിക്കുന്നത് ഇന്ത്യ തന്നെ ആഭ്യന്തരമായി ഓർക്കസ്ട്രേറ്റ് ചെയ്തതാണ് ഇതെന്നാണ്. അതായത് പാകിസ്ഥാനോ പാകിസ്ഥാനിലുള്ള ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ ഇതിൽ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വമില്ല. ഇവരെല്ലാവരും തന്നെ ഇന്ത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾക്കാരല്ല, മറിച്ച് ഇന്ത്യയിൽ തന്നെയുള്ള കാശ്മീർ സ്വതന്ത്രമാണെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരോ ഇന്ത്യൻ ഗവൺമെന്റോ തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആക്രമണമാണ് ഇത് എന്ന് വാദിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ പരസ്യമായി എൻഡോഴ്സ് ചെയ്യുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ള അങ്ങേയറ്റം അധമമായിട്ടുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഷീൽഡിംഗ് എന്ന് പറയുന്നത് കേവലം ഒരു രാജ്യം എടുക്കുന്ന അവരുടെ നാട്ടിലുള്ള ഒരു ഓർഗനൈസേഷന് കൊടുക്കുന്ന ഷീൽഡിംഗ് മാത്രമല്ല, അതിനെ UN പോലെയുള്ള ഒരു ഏജൻസിയിൽ പോയി അവിടെ ലോബി ചെയ്തതിന് ശേഷം പാകിസ്ഥാൻ നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ സഹോദര അല്ലെങ്കിൽ സുഹൃത്ത് രാജ്യങ്ങളുമായി ചേർന്നിട്ടാണെങ്കിലും ഒരു ഡിപ്ലോമാറ്റിക് ഷീൽഡിംഗ് കൊടുക്കാനാണ് ശ്രമിക്കുക. അപ്പൊ ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ആൾക്കാർ എങ്ങനെയാണ് അതിനെ കരുതുക? ഇന്ത്യക്കെതിരായിട്ടുള്ള ടെററിസം നടത്തുന്ന ഒരു ഓർഗനൈസേഷനെ ഡിപ്ലോമാറ്റിക്കലി സഹായിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനമെടുക്കാനായിട്ട് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം പാകിസ്ഥാന്റെ ഇമേജിന് കോട്ടമാണ് എന്ന് ഒരുപക്ഷെ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അതിനേക്കാൾ കോട്ടം തട്ടുന്ന മറ്റൊരു കാര്യം ഇതേ ആൾ തന്നെ, ഇതേ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, ഭീകരതയെ ഞങ്ങൾ പാലൂട്ടി വളർത്തിയിരുന്നു, അത് അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നുവെന്ന്. അപ്പോൾ അതും ഒരു സമ്മതിക്കൽ തന്നെയായിരുന്നു. അല്ല, 100%. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രീതിയിലത്തേക്കുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും തന്നെ ഒരിക്കലും ഒരു ഗ്ലോബൽ ഓർഡറിനെ കുറിച്ച്, എങ്ങനെയാണ് വേൾഡ് പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ ബോധവാനായിട്ടുള്ള ഒരു രാഷ്ട്രത്തിന്റെ ഒരു ഭരണത്തലവൻ ഒരിക്കലും ഇങ്ങനെയൊന്നും സ്റ്റേറ്റ്മെന്റുകൾ പറയില്ല. ഇത് പറയുന്നത് പോലെ എവിടെയാണ്? സ്കൈ ന്യൂസിനോടോ ഫോക്സ് ന്യൂസിനോടോ മറ്റോ കൊടുക്കുന്ന ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിലാണ്. അതായത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നതല്ല, മറിച്ച് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് വളരെ കാഷ്വലായിട്ടാണ് ഞങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് ഇങ്ങനെയുള്ള ചേടിവേല ഇവർക്കൊക്കെ ചെയ്തു കൊടുക്കുകയാണ്, തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരൊറ്റ വാക്കുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരൊറ്റ ഇന്റർവ്യൂവിലെ ഏതാനും സെക്കൻഡ് കൊണ്ട് പാകിസ്ഥാൻ ഇത്രയും കാലം നയതന്ത്രപരമായിട്ട് UN ഉൾപ്പെടെയുള്ള ഏജൻസികളിൽ പറഞ്ഞിരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളെയും ഇയാൾ ഒറ്റയടിക്ക് വെട്ടുകയാണ്. അതായത് ഇതൊരു തീവ്രവാദ രാജ്യമാണ്, തീവ്രവാദത്തിനോട് വളരെ മൃദു സമീപനമാണ്, ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകരവാദത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ, അതായത് പാകിസ്ഥാന്റെ മണ്ണിൽ പോലുമല്ല, ഒരുപക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി മറ്റുള്ള രാജ്യങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓർഗനൈസേഷൻസിനെ ബിൽഡ് ചെയ്യുന്നതിനും ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റി ചെയ്യുന്നതിനും ഗ്ലോബൽ കൗണ്ടർ ടെററിസം മെഷേഴ്സിനെ മുഴുവനും ദുർബലപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് ഒരു രാജ്യം തന്നെ ശ്രമിച്ചു എന്നുള്ള ഒരു പബ്ലിക് അഡ്മിഷനാണ്. ഞാൻ പറഞ്ഞ ഇതൊക്കെ അവിടെയുള്ള ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ജനതയെ പോലും ഈ ഒറ്റുകൊടുക്കുന്ന രീതിയിലത്തേക്ക്, അവരെ തെറ്റുകാരായി ചിത്രീകരിക്കുന്ന രീതിയിലത്തേക്ക്, ഒരുപക്ഷെ അവിടെയുള്ള ജനതയുടെ പൊതു താല്പര്യത്തിന് പോലും വിരുദ്ധമായ രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന് അവർ ഡിസർവ് ചെയ്യുന്ന ലീഡേഴ്സിനെയാണ് കിട്ടുക എന്ന് നമ്മൾ പറയും. ഒരുപക്ഷെ ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ മണ്ടന്മാരായിരിക്കാം, അവരെ അർഹിച്ചിരിക്കുന്ന ലീഡർഷിപ്പിനെ ആയിരിക്കാം അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതല്ല എങ്കിൽ ഇത്രത്തോളം അവരെ ബാക്ക്ഫുട്ടിലാക്കുന്ന, ഡിഫൻസിലാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും ആ രാജ്യത്തിന്റെ ക്രെഡിബിലിറ്റിയെ മൊത്തത്തിൽ അണ്ടർമൈൻ ചെയ്യുന്ന, UN മൊത്തത്തിലുള്ള ക്രെഡിബിലിറ്റി അണ്ടർമൈൻ ചെയ്യുന്ന ഒരു കണ്ടമേഷൻ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന സമയത്ത് അതിനെപ്പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന രീതിയിലത്തേക്കുള്ള ഇടപെടലുകൾ നടത്തുന്ന, ഓപ്പണായിട്ട് തീവ്രവാദം നടത്തിയിട്ടുണ്ട് എന്ന് രാജ്യം തന്നെ സമ്മതിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു പൊസിഷനെ എത്രത്തോളമാണ് അന്താരാഷ്ട്ര സമൂഹം ഏത് രീതിയിലത്തേക്ക്? ശരിയാണ് ശ്രീ പണിക്കർ. ഇഷാഖ് ദർ, പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശമന്ത്രിയുമാണ് ഇഷാഖ് ദർ ആണ് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സമ്മതിക്കുകയാണ് TRFിന്റെ പേര് UN പ്രസ്താവനയിൽ നിന്ന് ഒഴിവാക്കിയത് അത് പാകിസ്ഥാന്റെ സമ്മർദ്ദത്താൽ ആണ്, അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പാകിസ്ഥാൻ വിദേശമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഇഷാഖ് ദർ വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രീ